നമസ്കാരം. ആയില്യം നക്ഷത്രക്കാർ അയൽവക്കം മുടിക്കും എന്നുള്ള ഒരു പരക്കെയുള്ള ഒരു സംസാരം, എന്താണ് ഇതിന് പിന്നിൽ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു ചെറിയ ഒരു സത്യവും ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ അത് ഏത് രീതിക്ക് നോക്കണം എന്നുള്ളതാണ്, എങ്ങനെ അതിനെ കാണണം എന്നുള്ളതാണ്. ലോക്യതയെ അനുഭൂയതയെ, നമ്മൾക്കുള്ള അനുഭവമാണ് നമ്മുടെ ലോകം. നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു അതാണ് നമ്മുടെ ലോകം. അങ്ങനെ ആയില്യം നക്ഷത്രക്കാർ ഈ ഭാഗ്യക്കേട് ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലുമില്ല. ഒരാൾ ഒരു നക്ഷത്രത്തിൽ ജനിക്കുവാനായിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ കർമ്മം തന്നെയാണ്, പ്രാരബ്ധ കർമ്മം തന്നെയാണ്. പ്രാരബ്ധ സജ്ഞി മനുഷ്യജാതോ ജാതക ചിന്തനം. അവനവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളെ കൊണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിക്കുവാൻ ഇടയാകുന്നു. ഇന്ന അച്ഛനമ്മമാർക്ക് ജനിക്കുവാൻ ഇടയാകുന്നു. അങ്ങനെ ആ നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രമേ അവർക്കുള്ള വാസനകളെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ വാസനകളെ നാം ചിന്തിക്കണമെങ്കിൽ പർട്ടിക്കുലർ ഒരു നക്ഷത്രത്തിൽ ജനിക്കണം. ഒരു സമയത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ അവരവരുടെ കർമ്മഫലത്തെ, പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരികയാണ്. അങ്ങനെ ആയില്യം നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് ജനിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ്. രേവതി നക്ഷത്രക്കാർ അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കുലം നശിച്ചു എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ നമുക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുക ബുദ്ധിയുള്ളവൻ ചെയ്യുന്ന വിഷയമാണ്. എന്നേ ഉപേക്ഷിച്ചെന്നെ ആയില്യം എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് മാറ്റിവെക്കാം. തൃക്കേട്ട ഇനി ആവശ്യമില്ല എന്ന് മാറ്റിവെക്കാം. അങ്ങനെ ഒരിക്കലുമില്ലല്ലോ. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർ അയൽവക്കം മുടിക്കും എന്നുള്ള ഒരു ചിന്ത എങ്ങനെ കടന്നു വന്നു എന്നതിലേക്ക് നമുക്ക് നോക്കാം. പൊതുവേ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ പൊതുവേ കുറവാണ്. അവർക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായി നമുക്ക് ചിന്തിക്കാം, കുറച്ച് പേർ ഈ ICU യൂണിറ്റിൽ ഒരു പേഷ്യൻറ്റിനെ കാണുവാനായിട്ട് പോവുകയാണ്. അതിൽ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ ലഭിക്കും, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനെ അതുമായിട്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്കുക. മനുഷ്യന് സ്വതവേ ഉള്ള ഒരു മനോഭാവമാണ് സേവനഭാവം. മറ്റൊരാൾ കഷ്ടപ്പെടുമ്പോൾ അവനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അയൽവക്കത്ത് ഒരാൾ ആയില്യം നക്ഷത്രക്കാർ ജനിച്ചു, ഇല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിൽ ഉള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ഒരു അസുഖം ബാധിച്ച് ഒരാൾ കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. നമ്മൾ അവരെ സേവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. ഇത് പലപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്ന പക്ഷം എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. അങ്ങനെ ഇത് പതുക്കെ ആയില്യം നക്ഷത്രക്കാർ വന്നു. ഇനി അവർക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിചരണം ആയിക്കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയായി അങ്ങനെ ഇത് പതുക്കെ ഡെവലപ്പായി ഇന്ന് വേറൊരു തലത്തിലേക്ക് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആയില്യം നക്ഷത്രക്കാരെ വിവാഹം കഴിക്കരുത്, ഇല്ലെങ്കിൽ ആയില്യം നക്ഷത്രക്കാർ അയൽവക്കം മുടിച്ചു കളയും, അവനെ കൂട്ടരുത്, കുലം മുടിയും എന്നുള്ള അനാവശ്യമായ ഒരു ഭീതി, ഒരു ഭയം സൃഷ്ടിച്ച്, കാരണം ഈ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അതിനെ വിലയിരുത്താതെ അതിനെ ആപ്പാടെ അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നാം കാണുന്നത്. നല്ലൊരു ഉദാഹരണം, ഈ മുഹൂർത്തം എന്ന വാക്ക് തന്നെ 3 ചെവി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഹൂർത്തമുള്ളത് മൂത്രമായി പരിണമിക്കും. തീർച്ചയായിട്ടും പരിണമിക്കുവാനുള്ള സകല സാധ്യതകളുണ്ട്. അപ്പോൾ ആര്, എവിടെ, എങ്ങനെ, ഏത് സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. അത് നല്ല രീതിക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആയതിനാൽ ഇനി ദയവ് ചെയ്ത് ആയില്യം നക്ഷത്രക്കാരെ വേദനിപ്പിക്കരുത്. കാരണം ഇതിങ്ങനെ കേട്ട് അവർക്കും സ്വതവേ ഒരു സെൽഫ് കോൺഫിഡൻസ് പോവുകയാണ്. ഇങ്ങനെ എല്ലാവരും പറയുകയാണ്. അതുകൊണ്ട് ഏവരും മനസ്സിലാക്കുക, ഈ ഒരു അർത്ഥത്തിലാണത് പ്രയോഗിച്ചത്. ഇത് രാമായണത്തിൽ നമുക്ക് റെഫറൻസ് കാണാം. ലക്ഷ്മണൻ ആയില്യം നക്ഷത്രമായിരുന്നു. ആ ആയില്യം നക്ഷത്രമായതുകൊണ്ടാണ് ലക്ഷ്മണനെ കൊല്ലുവാനായിട്ട് നാഗാസ്ത്രം പ്രയോഗിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നാഗാസ്ത്രം ഉപയോഗിക്കുന്നത്. എന്തൊക്കെ അസ്ത്രങ്ങളുണ്ട്? ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് നാഗാസ്ത്രം ലക്ഷ്മണനെതിരെ പ്രയോഗിച്ചു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ലക്ഷ്മണൻ ആയില്യം നക്ഷത്രമാണ്. അങ്ങനെ ആ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം.
അങ്ങനെ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇതൊരു നല്ല രീതിക്ക് എടുക്കുക, ഏതൊരു ഇൻഫർമേഷനും നല്ല രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല, അവരെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ അയൽവക്കം മുടിക്കില്ല എന്ന് ഇനി മുതൽ പ്രചരിച്ച് തുടങ്ങട്ടെ. നമസ്കാരം.